ഹലോ, വെൽക്കം ടു സൺസ് കിച്ചനെറ്റ്. ചായക്കട പലഹാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് പൊരിച്ച പത്തിരി. അരിപ്പൊടിയും തേങ്ങയും എള്ളും ജീരകവും എല്ലാം ചേർത്ത് പരത്തി വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഇതിൻ്റെ ആ ഒരു രുചി അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമേ തന്നെ പത്തിരിയിലേക്ക് ആവശ്യമായ അരക്കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ പെരുംജീരകം, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് ഒതുക്കിയെടുക്കുക. അതിനുശേഷം ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് 6 ചെറിയ ഉള്ളി ചതച്ചതും 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 പച്ചമുളക് ചതച്ചതും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിക്കുക. വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി കുറേശ്ശെ ചേർത്ത് യോജിപ്പിക്കുക. ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്നുകൂടി യോജിപ്പിക്കുക. മൈദപ്പൊടി പത്തിരിക്ക് നല്ലൊരു ക്രിസ്പിനെസ് നൽകും. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്ത് ഇത് അല്പം ചൂടോടെ തന്നെ നന്നായി കുഴച്ചെടുക്കുക. ചൂട് കൂടുതലായി തോന്നുകയാണെങ്കിൽ കൈയൊന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം കുഴച്ചെടുക്കുക. അല്പം സമയം എടുത്ത് തന്നെ ഇത് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇത് പതിയെ അല്പം കട്ടിയിൽ പരത്തിയെടുക്കുക. ഇനി കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ടോ അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജുള്ള ഗ്ലാസ്സോ ബോട്ടിലോ ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് ചൂടായ എണ്ണയിൽ വറുത്തെടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ. അതുപോലെ തന്നെ പത്തിരി എണ്ണയിലേക്ക് ഇട്ട് ഉടനെ തന്നെ ഇത് മറിച്ചിടരുത്, കാരണം ഇത് പൊടിഞ്ഞു പോകും. ഇതൊന്ന് പാകമായി വരുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് വറുക്കുക. ഇതിൻ്റെ 2 വശവും ഗോൾഡൻ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരിമാറ്റാം. അപ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ചെറു ചൂടോടെയുള്ള ഇറച്ചിക്കറിയുടെ കൂടെ ഈ മുരിഞ്ഞ പത്തിരി കഴിക്കുമ്പോൾ കിട്ടുന്ന ആ രുചിയുണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.